ഇന്ത്യ പാകിസ്ഥാനേക്കാൾ വേഗത്തിൽ ആണവായുധ ശേഖരം വർദ്ധിപ്പിക്കുന്നതായി റിപ്പോർട്ട്. ആയുധ ഇറക്കുമതിയിൽ രണ്ടാം സ്ഥാനത്തുള്ള ഇന്ത്യ ലോകത്തിലെ സൈനിക ചെലവിൽ 5-ാം സ്ഥാനത്തും തുടരുകയാണ്. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ പാകിസ്ഥാനേക്കാൾ ഇരട്ടി ആയുധങ്ങൾ ഇന്ത്യ ഇറക്കുമതി ചെയ്തു. സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തുവിട്ട റിപ്പോർട്ടിൽ ലോകരാജ്യങ്ങൾക്ക് ആണവായുധങ്ങളോടുള്ള പ്രിയം വർദ്ധിക്കുന്നതായും ചൂണ്ടിക്കാണിക്കുന്നു. ടി സൈത്ത് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. സൈത്ത്, പുതിയ ലോകക്രമമാണ്, പുതിയ ലോക സാഹചര്യമാണ്. നമുക്കറിയാം നിരവധി ഭീഷണികൾ അഭിമുഖീകരിക്കുന്നുണ്ട് രാജ്യങ്ങൾ. ഇപ്പോൾ അത് ആയുധം കൊണ്ട് പരിഹരിക്കാമെന്നുള്ള നീക്കത്തിലാണോ? രഞ്ജിത്ത് സൂചിപ്പിച്ചതാണ് സാഹചര്യം. പുതിയ ലോകക്രമം, യുദ്ധത്തോടുള്ള ലോകരാജ്യങ്ങളുടെ കമ്പം വർദ്ധിക്കുന്നു എന്നതാണ് പുതിയ കണ്ടെത്തൽ. സ്വീഡിഷ് ആസ്ഥാനമായുള്ള സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഫൗണ്ടേഷനാണ് ഇത്തരമൊരു കണ്ടെത്തൽ നടത്തുന്നത്. അവരുടെ ഒരു പുറത്തുവിടുന്ന ഇയർ ബുക്കിലാണ് സുപ്രധാനമായ ചില സാഹചര്യങ്ങളുള്ളത്. യുദ്ധത്തിനോടുള്ള ശീതസമരത്തിന് ശേഷം, ലോകം മുഴുവൻ നിന്നിരുന്ന ആ ശീതസമരത്തിന് ശേഷം യുദ്ധത്തിനോടുള്ള ലോകരാജ്യങ്ങളുടെ പ്രിയം കുറയുന്നു എന്നതായിരുന്നു കണക്ക്. പക്ഷേ കഴിഞ്ഞ 5 വർഷത്തെ കണക്ക് പരിശോധിക്കുമ്പോൾ നേരെ തിരിച്ചാണ്. അത് യുദ്ധത്തിനോടുള്ള പ്രിയം കൂടുകയാണ്. പലയിടങ്ങളിലുണ്ടാകുന്ന ഏറ്റുമുട്ടൽ, യുക്രൈൻ റഷ്യ വാർ, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പശ്ചിമേഷ്യൻ പ്രശ്നങ്ങളൊക്കെ നമ്മൾ നേരിട്ട് കാണുന്നതാണ്. ഇതോടുകൂടി ആയുധങ്ങൾ സംഭരിക്കാനുള്ള ലോകരാജ്യങ്ങളുടെ ഭ്രമം വർദ്ധിക്കുന്നു. അതിൽ ഏറ്റവും ആശങ്കയുണ്ടാക്കുന്ന കാര്യം ന്യൂക്ലിയർ വെപ്പൺ, ആണവായുധങ്ങളോടുള്ള കമ്പം ലോകരാജ്യങ്ങളുടെ വർദ്ധിക്കുന്നു എന്ന സാഹചര്യമുണ്ട്. ഇതിൽ നമ്മുടെ ഇന്ത്യയുടെ കണക്ക് നമുക്ക് ആദ്യം തന്നെ പരാമർശിച്ചു പോകാം. ഇന്ത്യ ആണവ ആയുധങ്ങളും ആണവ ശേഷി സംഭരിക്കുന്നതിലും ഒരു ലോകരാജ്യങ്ങൾക്ക് മുന്നിലും സമാന്തര ശക്തിയാവാൻ നമ്മൾ ശ്രമിക്കുന്നില്ല. പക്ഷേ രാജ്യത്തിൻ്റെ സുരക്ഷയെ മുന്നിൽ കണ്ട് ചില കൃത്യമായ കരുതലും ശേഖരവും നമ്മൾ നടത്തിയിട്ടുണ്ട്. അവിടെയാണ് ഇന്ത്യ പാകിസ്ഥാനേക്കാൾ നമ്മൾ ബഹുദൂരം മുന്നിലാണ് എന്ന കണക്കെടുപ്പ് കൂടി ഇതിൽ വരുന്നത്. എല്ലാ ലോകരാജ്യങ്ങളുടെയും റീജിയണൽ അടിസ്ഥാനത്തിലുള്ള സാഹചര്യങ്ങൾ വിലയിരുത്തിയ റിപ്പോർട്ടാണ്. ഈ റിപ്പോർട്ടാണ് ആയുധ ശേഖരവും സംബന്ധിച്ച്, യുദ്ധ കണക്കുകൾ സംബന്ധിച്ച് വിശദമായ ഒരു കണക്ക് പുറത്തുവിടുന്നത്. അതിലാണത് കൃത്യമായി തന്നെ രേഖപ്പെടുത്തുന്നത്. നമുക്ക് ആണവായുധങ്ങളുടെ കണക്കിലേക്ക് വരുമ്പോൾ വളരെ വ്യക്തമാണിത്. നോക്കൂ, ലോകത്തിലെ പ്രധാനപ്പെട്ട ആണവ ശക്തികളും അവർ സംഭരിച്ചിട്ടുള്ള ആണവായുധ കണക്കുകളുമാണ്. അമേരിക്കയുടെ കണക്ക് നോക്കുക, 5042 ആണവ ശേഖരമുണ്ട്. ഇതിൽ ഈ റെഡ് മാർക്കിൽ ശേഖരിച്ചിരിക്കുന്നത് അവർ അത് ആയുധമായി മിലിറ്ററി ഓപ്പറേഷൻ സജ്ജമാക്കി നിർത്തിയിരിക്കുന്ന എണ്ണമാണ് ഇതിൽ സൂചിപ്പിക്കുന്നത്. UK വരുമ്പോൾ നോക്കൂ, 225 ആയുധങ്ങൾ അതിൽ ഈ റെഡ് മാർക്കിൽ കാണിക്കുന്നത് അവർ സൈനിക മിലിറ്ററി ഓപ്പറേഷന് വേണ്ടി സജ്ജമാക്കി വരിക്കുന്നു. ഫ്രാൻസിന് 370, ഇസ്രയേലിന് 90 എണ്ണമാണുള്ളത്. പക്ഷേ ഒന്നും അവർ മിലിറ്ററി ഓപ്പറേഷന് വേണ്ടി സജ്ജമാക്കിയിട്ടില്ല. പാകിസ്ഥാനിലേക്ക് വരുമ്പോൾ പാകിസ്ഥാന് 170, പക്ഷേ ഒന്നും അവർ മിലിറ്ററി ഓപ്പറേഷൻ സജ്ജമല്ല. ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇന്ത്യക്ക് 190 ആണ്. അതിൽ നമ്മൾ ഈ റെഡിൽ മാർക്ക് ചെയ്തിരിക്കുന്നതാണ് നമ്മൾ സൈനിക യുദ്ധ ആവശ്യങ്ങൾക്ക് വേണ്ടി സജ്ജമാക്കിയിരിക്കുന്നത്. ചൈനയുടെ കണക്ക് നോക്കുമ്പോൾ നോക്കൂ, ചൈനയുടെ എണ്ണം 620. ചെറിയ കാലയളവിൽ ചൈന ആണവായുധങ്ങൾ കൂടുതലായി സംഭരിക്കുന്നു എന്നതാണ് ഈ കണക്ക് സൂചിപ്പിക്കുന്നത്. റഷ്യയുടെ കണക്കേക്ക് നോക്കുമ്പോൾ റഷ്യയാണ് ഏറ്റവും അധികം ആണവായുധങ്ങൾ സംഭരിക്കുകയും ഒപ്പം തന്നെ സൈനിക നീക്കങ്ങൾക്ക് വേണ്ടി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യമെന്നതാണ് ഈ കണക്കിലേക്ക് വരുമ്പോഴുള്ള പ്രത്യേകത. മറ്റൊരു കാര്യം, നമുക്കിതിലുള്ള ഒരു കാര്യം നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ഗ്രാഫിൽ കാണിച്ച കണക്കിൻ്റെ കൂടുതൽ വിശദാംശങ്ങളാണ്. അതിലിൻ്റെ ഇന്ത്യയുടെ കണക്കിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം, ഇന്ത്യ ഈ സൈനിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഡിപ്ലോയ് ചെയ്തിരിക്കുന്നത് 12 ആയുധങ്ങളാണ്. അതേസമയം 190 നമ്മുടെ കൈവശമുള്ളത്. പാകിസ്ഥാനിലേക്ക് പോകുമ്പോൾ പാകിസ്ഥാനും ഒന്നും ഡിപ്ലോയ് ചെയ്തിട്ടില്ല, പക്ഷേ 170 അവരുടെ കൈവശമുള്ളത്. അപ്പോൾ 170, 190 ആ ഡിഫറൻസിൻ്റെ ഒരു വലിയ ഹൈപ്പ് നമുക്കുണ്ട്. ഇനിയും ഈ ലോകരാജ്യങ്ങളുടെ ആയുധ സംഭരണത്തിൻ്റെ കണക്കിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം, ലോകത്ത് ഈ പണം സൈനിക ആയുധങ്ങൾ ശക്തമാക്കുന്നതിന് വേണ്ടി പണം ചെലവഴിക്കുന്നതിൽ 5-ാം സ്ഥാനത്ത് തന്നെയാണ് ഇന്ത്യ. അത് കുറേ വർഷങ്ങളായ ആ സ്ഥാനത്താണ്, അതിപ്പോഴും നമ്മൾ തുടരുന്നു. മറ്റൊരു കണക്കിലേക്ക് പോകുമ്പോൾ രസകരമുണ്ട്. അതിൽ ഇന്ത്യയാണ് ലോകത്ത് ഏറ്റവും അധികം ആയുധങ്ങൾ സംഭരിച്ച, ഇറക്കുമതി ചെയ്ത രാജ്യങ്ങളിൽ 2-ാം സ്ഥാനത്തുള്ള രാജ്യം. യുക്രൈന് ശേഷം ഇന്ത്യയാണ് ഏറ്റവും അധികം സംഭരിച്ചിരിക്കുന്നത് എന്ന കണക്ക് കൂടി ഇതിൽ പുറത്തു വരുന്നത്. അതേസമയം ഏറ്റവും അധികം ആയുധങ്ങൾ വിറ്റ രാജ്യം, മറ്റു രാജ്യങ്ങൾക്ക് വിപണനം നടത്തിയ രാജ്യം അമേരിക്കയാണ്. 2-ാം സ്ഥാനത്ത് ഫ്രാൻസാണ് എന്ന കണക്കുമുണ്ട്. മറ്റു രാജ്യങ്ങളുടെ ലോകക്രമങ്ങളും ഇങ്ങനെ സൂചിപ്പിക്കുന്നുണ്ട്. അതായത് ലോകത്ത് യുദ്ധത്തിനോടുള്ള ഭ്രമം വർദ്ധിച്ചു വരികയും സൈനിക സംഭരണത്തിന് വേണ്ടി, സൈനിക ശേഷി സംഭരണത്തിന് വേണ്ടി കൂടുതൽ ആളുകൾ അതിന് തയ്യാറെടുക്കുന്നു എന്ന സൂചകം കൂടിയാണ്. വെസ്റ്റ് ഏഷ്യ സംഘർഷങ്ങളുടെ ഇടയിൽ കൂടി ഏറ്റവും പ്രസക്തമായ ഒരു റിപ്പോർട്ടാണിപ്പോൾ ഇവർ പുറത്തുവിടുന്നത്. ടി ജി സൈത്താണ് വിവരങ്ങൾ പങ്കുവച്ചത്. പാകിസ്ഥാനേക്കാൾ ഇരട്ടി ആയുധങ്ങൾ, ഇരട്ടി ആണവായുധമടക്കം ഇന്ത്യ സംഭരിക്കുന്നു. നമ്മുടെ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് അത്തരം നിലപാടുകൾ നമ്മൾ സ്വീകരിച്ചേ പറ്റൂ.